സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന സമസ്ത ശതാബ്ദി സന്ദേശയാത്രയിൽ പങ്കെടുത്ത സാദിഖ് അലി തങ്ങളും ലീഗ് അനുകൂല സമസ്ത നേതാക്കളും പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ മലപ്പുറത്ത് സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു. കന്യാകുമാരിയിൽ നടന്ന യാത്രയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പാണക്കാട് തങ്ങൾമാർ ഉൾപ്പെടെയുള്ളവർ വിട്ടുനിന്നിരുന്നു. സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗത്തിന് യാത്രയിൽ പ്രാതിനിധ്യം നൽകിയില്ലെന്ന ആക്ഷേപം ഉയർന്നതിനു പിന്നാലെ നാസർ ഫൈസി കൂടത്തായിയെ യാത്രയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായി നിയമിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് പാണക്കാട് തങ്ങന്മാരും ലീഗ് അനുകൂല വിഭാഗം നേതാക്കളും യാത്രയുടെ ഭാഗമാകുന്നത്. മലപ്പുറത്ത് നടന്ന സ്വീകരണ സമ്മേളനത്തിലേക്ക് നേതാക്കൾ ഒരുമിച്ചാണ് എത്തിയത്. വേദിയിലെത്തിയ സാദിഖ് അലി തങ്ങൾ ജിഫ്രി തങ്ങൾക്ക് തലപ്പാവ് അണിയിച്ചു. സമുദായത്തിലെ ഐക്യവും സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യവും സമസ്തയുടെ സന്ദേശങ്ങളാണെന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സാദിഖ് അലി തങ്ങൾ സമുദായത്തിന്റെ ഐക്യവും സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യവും അത് രണ്ടും സംസ്ഥയ്ക്ക് സുപ്രധാനമാണ്. ഐക്യം നിലനിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഐക്യം വേണമെന്ന് വേദിയിൽ ആശംസ അർപ്പിച്ച് സംസാരിച്ച പി.കെ. കുഞ്ഞാലിക്കുട്ടിയും കഴിഞ്ഞ കാലങ്ങളിലും തലപ്പാവ് ഇങ്ങോട്ട് അണിയിച്ചിട്ടുണ്ട്, അങ്ങോട്ട് അണിയിച്ചിട്ടുണ്ട്. അത് എന്നും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യണം. അതാണ് സമൂഹം, അതിനാണ് സമൂഹത്തിന്റെ അംഗീകാരം. സമസ്ത ആർക്കും വഴങ്ങിയിട്ടില്ലെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്ത കേരള ജമീയത്തിൽ നമുക്ക് ഒരു പോറലും ആരും ഏൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. സമസ്ത കേരള ജമീയത്തിനെ ശക്തിപ്പെടുത്തണം, അതിനെ സ്നേഹിക്കണം, അതിനെ ബഹുമാനിക്കണം. എന്നാൽ നേതാക്കന്മാരുടെ ഐക്യാഹ്വാനത്തിന് തൊട്ടുപിന്നാലെ ചില പോഷക സംഘടനാ നേതാക്കൾ മറുവിഭാഗത്തെ പരോക്ഷമായി വിമർശിച്ചാണ് സംസാരിച്ചത്. ആ സമസ്ത പൂർവികമായി എടുത്ത ചില തീരുമാനങ്ങളുണ്ട്, ചില നയ നിലപാടുകളുണ്ട്. അത്തരം തീരുമാനങ്ങളിലും നയ നിലപാടുകളിലും ചെറിയ ചില നീക്കുപോക്കുകൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചില രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആരെന്ത് പറഞ്ഞാലും ശരി, പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങളിലും അതിന്റെ നയ നിലപാടുകളിലും ഒരു മാറ്റവും വരുത്താതെ ഇൻഷാ അല്ലാഹ് ബഹുമാന്യരായ സമസ്തയുടെ നേതൃത്വത്തിൽ ഈ ഉമ്മത്ത് മുന്നോട്ട് ഗമിക്കുക തന്നെ ചെയ്യുമെന്ന്. പ്രസംഗത്തെക്കാൾ വാചാലമാണ് ഈ സദസ്സ്. ഇത് പാഠവും സന്ദേശവുമാണ്. സമസ്ത കേരള ജമീയത്തിലുമൊക്കെ എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ ഉണ്ടോ എന്ന് സംശയിച്ചവർക്കുള്ള അള്ളാഹു നൽകിയ വരദാനമാണ്. ഈ മാസം 28-ന് മംഗലാപുരത്താണ് സമസ്ത ശതാബ്ദി സന്ദേശയാത്ര സമാപിക്കുക. ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1, മലപ്പുറം.